നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഭരണപക്ഷത്തിരിക്കേണ്ട ഇടതുമുന്നണിയിൽ ഇപ്പോൾ കനത്ത പുകച്ചിലും തർക്കവും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ഏകപക്ഷീയ നിലപാടുകൾക്കെതിരെ കട്ടക്കലിപ്പിലാണ് CPI പറഞ്ഞത് സൗകര്യപൂർവ്വം കേട്ടിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഈ ഗതി വരില്ലായിരുന്നു. ഈ ഒരു കടുത്ത പ്രയോഗവുമായി CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ നിന്നും തങ്ങൾ ഒരടി പോലും പിന്നോട്ടില്ലെന്ന് CPI വ്യക്തമാക്കി കഴിഞ്ഞു. ഇതൊന്നും പിണറായി വിജയൻ തനിയെ മുറിയിലിരുന്ന് എടുക്കേണ്ട തീരുമാനമല്ല, മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് സുനീർ തുറന്നടിച്ചത്. പിണറായി വിജയൻ പറഞ്ഞത് CPMന്റെ മൊത്തം നിലപാടാണോ എന്ന് പാർട്ടി വ്യക്തമാക്കണമെന്നും CPI ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതി അടക്കമുള്ള വിഷയങ്ങളിൽ CPI നേരത്തെ തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്ന് സുനീർ ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് അതൊന്നും വകവയ്ക്കാതിരുന്നതിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുത്ത ഷോക്കെന്നാണ് CPIയുടെ പരോക്ഷ വിമർശനം. തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ ശൈലി മാറ്റണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. പിണറായി വിജയൻ വിഷയം നിസ്സാരവൽക്കരിച്ച് കൈകഴുകാൻ നോക്കുമ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒട്ടും വിട്ടുകൊടുക്കാൻ ഭാവമില്ല. ഇതൊരു മുന്നണിയാണെന്ന് ഓർക്കണം. പദവികളുടെ കാര്യത്തിൽ പാർട്ടി എന്തിനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം. ഇടതുപക്ഷ സമീപനം മുന്നണിക്കകത്തും പുറത്തും ഒരുപോലെ വേണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. K രാജൻ MLAയും ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നിയമസഭാ സമ്മേളനം കഴിഞ്ഞു, ബജറ്റ് അവതരണവും കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ ഒരു LDF പാർലമെന്ററി പാർട്ടി യോഗം പോലും വിളിച്ചു ചേർക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് ഉപനേതൃത്വ സ്ഥാനത്തെ ചൊല്ലി CPIക്കുള്ളിൽ ഭിന്നസ്വരമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പരന്നത്. എന്നാൽ തങ്ങൾക്കിടയിൽ ഭിന്നതയില്ലെന്നും CPMന്റെ കടുംപിടുത്തത്തോടാണ് എതിർപ്പെന്നുമാണ് CPI നേതാക്കളുടെ വാക്കുകൾ നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം CPMന്റെ ബിഗ് ബ്രദർ മനോഭാവത്തിനെതിരെ ഘടകകക്ഷികൾക്കിടയിൽ പുകയുന്ന അമർഷം തന്നെയാണ് ഈ പദവി തർക്കത്തിലൂടെ ഇപ്പോൾ വീണ്ടും പുറത്തുവരുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പിണറായി വിജയനും സർക്കാരിനുമെതിരെയുള്ള മുന്നണിക്കുള്ളിലെ വിമർശനം തുടരുകയാണ്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും രാജാവെന്ന് ഭാവിച്ചുവെന്നാണ് CPI എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്ന വിമർശനം. പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പിണറായി എന്ന തരത്തിലായിരുന്നു യോഗത്തിലെ ചർച്ചകളും വിമർശനങ്ങളും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് തന്നെ തെറ്റായ സന്ദേശമാണെന്നും ചില അംഗങ്ങൾ പറഞ്ഞു.